നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു നൈറ്റ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ വീട്ടിലെ പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് അടുക്കളയ്ക്ക് കയറിക്കാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ്, മിക്ക ദിവസങ്ങളിലും ചപ്പാത്തി തന്നെയാണ് വൈകുന്നേരം. ചില ദിവസങ്ങളിൽ മടിയൊക്കെ പിടിക്കുമ്പോൾ ചോറ് വയ്ക്കും. ചോറ് വയ്ക്കല്ല, ഉച്ചത്തേക്കുള്ള ചോറ് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടാവും. അപ്പം അത് രാത്രിക്ക് എടുക്കും. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള കറി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് കൈ ധരിക്കാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൈ ധരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണ നേരത്ത് സീരിയൽ കാണില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഇത്തിരി നേരം കിട്ടുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ, നല്ല രസമുള്ള ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ നോക്കുക, വീഡിയോസൊക്കെ നോക്കുക. കഴിക്കാനായിട്ടുള്ളൊരു ആഗ്രഹമല്ല കേട്ടോ, പക്ഷെ അതുപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ തോന്നും. ഇത് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയൊന്നുമല്ല, പക്ഷെ ഇതേപോലെയൊക്കെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിൽ വാട്ടി കൊടുത്തതിന് ശേഷം ഒരു 5-6 അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. കറിയിലേക്ക് നമുക്ക് വറവിടാനായിട്ട് ക്യാപ്സിക്കം വേണം. അപ്പോൾ അതും ഒരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ട് ചതുരത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സബോളയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. സബോള ഞാൻ അരയ്ക്കാനായിട്ടും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കറിക്ക് എന്തെങ്കിലുമൊക്കെ കഷ്ണം വേണ്ടേ, ഇത് ക്രീം പോലെ ഇരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ കുഴകുഴാന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ കാണാനും ഭംഗിയുണ്ടാവില്ല, കഴിക്കാനും നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമുക്കിങ്ങനെ എന്താ പറയുക, കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ കറിയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിന് അരച്ചെടുക്കുകയാണ്. സബോളയും ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയതിന് ശേഷം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പും കൂടെ അതിൽ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി മുളക് പൊടി, ഇത്തിരി ഗരം മസാല, ഉപ്പ്, ഇത്രയും സംഭവങ്ങളാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരുപാട് അങ്ങനെ വെള്ളം പോലെ ആക്കണില്ല, കാരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിലും ഇത്തിരി കട്ടിയിൽ തന്നെയായിരുന്നു ഈ കറി ഉണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പം കോഴിമുട്ടയും കൂടി ചേർത്തിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതൊരു ക്രീമിൻ്റെ ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ കണ്ടിട്ടുള്ള വീഡിയോയിൽ ഇതിനകത്ത് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലാവിഷായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല കേട്ടോ. ഇത്ര തന്നെ മതി. അത്യാവശ്യം കുട്ടികൾക്ക് കാണുമ്പം ഒരു വ്യത്യാസമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ടൊരു ഉത്സാഹം കൂടും. നമ്മളിപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന കറികളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടല്ലേ ഉണ്ടാക്കണേ.
അപ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മൾ വ്യത്യാസമായിട്ടൊക്കെ പരീക്ഷിച്ചാലും നമ്മുടേതായിട്ടുള്ള ചില കറികളുണ്ടാവില്ലേ, നമ്മളെപ്പോഴും നമ്മുടെ കൈ ആദ്യം പോകുന്ന ചില കറികൾ, അതൊക്കെ തന്നെയായിരിക്കും മിക്കവാറും വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാവുക. അപ്പോൾ അതുപോലെ മാറി പിടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനൊരു ഉത്സാഹമാണ്. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുട്ടികൾ വീഡിയോയിൽ വരാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല എന്ന്. അപ്പോൾ അവരെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു, കുട്ടികൾ വലുതായി വരികയാണ്, നമ്മുടെ ജീവിതമാർഗ്ഗമാണ്, നമ്മുടെ ജോലിയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവരെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ വേണമെങ്കിൽ നോക്കാം. പക്ഷേ എനിക്ക് എന്തോ താല്പര്യം തോന്നുന്നില്ല കേട്ടോ. കാരണം ഓരോരുത്തർക്കും അവരുടെ പ്രൈവസി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. എനിക്ക് എൻ്റെ പിടിവാശിയുടെ മുകളിൽ ചാനലിന് വേണ്ടിയിട്ട് അമ്മയുടെ ജീവിതമാർഗ്ഗമാണ്, മക്കൾ വരണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാലും അവരിഷ്ടമില്ലാണ്ട് വരില്ലേ, നമ്മളിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യിപ്പിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് അതൊരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ നിർബന്ധിക്കാറില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും എനിക്കറിയാം, ഞാനിപ്പോൾ ഇനി ആരെ കാണിച്ചില്ലെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. അതിപ്പോൾ ഇത് കുറച്ച് പേരായാലും വിരലിൽ എണ്ണാവുന്ന ആൾക്കാരായാലും അവർ കാണാനുണ്ടാവും. അപ്പം ഇതുപോലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അറിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് പേരുണ്ടല്ലോ, അത് മതി. പിന്നെ നമ്മൾ ഈ ഷോർട്സ് വ്ലോഗ് ഇടുന്നുണ്ട്, അപ്പോൾ കാണുന്നുണ്ട് കേട്ടോ, എല്ലാവരും കാണുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ ആ വ്ലോഗ് തന്നെ ഷോർട്സ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടല്ലോ കുക്ക് ചെയ്യണ സമയത്ത്, ഇതുപോലെ ഇപ്പം സംസാരിക്കുന്ന പോലെ കുഞ്ഞു വ്ലോഗിലും കഥ പറഞ്ഞുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പം ഈ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ എന്തിനാ ഇതിൽ പറയണേ, മ്യൂസിക് ഇട്ടാൽ മതിയില്ലേന്ന്. അതെന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയൂ കേട്ടോ. എനിക്ക് വലിയ താല്പര്യം തോന്നണില്ല. കാരണം മ്യൂസിക് ഇട്ട് കാണിക്കാനായിട്ടുള്ള ഒന്നും എൻ്റെ അടുത്തില്ല. ഞാൻ കുക്കിംഗ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഷോർട്സ് വ്ലോഗിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുത്തിരിക്കണേ. പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് മിസ് ചെയ്താലോ. അപ്പോൾ അത് പറയൂ കേട്ടോ, പാട്ടിട്ടാൽ മതിയോ അതോ നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ മതിയോ. ഇപ്പോൾ ലോങ് വീഡിയോസ് എല്ലാ ദിവസവും ഇടാൻ പറ്റിയില്ല വെച്ചെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് ഈ കുട്ടി വീഡിയോസ് വരുമ്പം എന്താ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞി വീഡിയോയിൽ പറയുമ്പോൾ ഇപ്പം എനിക്ക് ഫുള്ള് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ എനിക്കൊരു സമാധാനം, അവനൊരു വീഡിയോ ഇട്ടുണ്ടല്ലോ എന്ന്, നിങ്ങൾക്കൊരു സമാധാനം. അപ്പം അത് അത്രേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താണ്, അപ്പം രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാനിങ്ങനെ ഓർത്ത് വെച്ചതായിരുന്നു. ഒന്ന് കുട്ടികളുടെ കാര്യം, പിന്നെ ഇത്. പിന്നെ എനിക്ക് എന്താണ് എൻ്റെ വീഡിയോ എടുക്കുന്ന രീതി എത്ര പേർക്ക് ഇഷ്ടമാവണമെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുണ്ടല്ലോ ഇത് ഭയങ്കര സംഭവമായിട്ടാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം അപ്പം ഞാൻ ഫുള്ളിങ്ങനെ എന്താ പറയുക, അടുക്കള മൊത്തം അങ്ങനെ ഒരു മൊബൈലെടുത്തിട്ട് അങ്ങനെ പകർത്താണ്ട് ഞാൻ ഈ ഓരോ ഭാഗം മാത്രം ശ്രദ്ധിച്ച് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാട്ടോ അങ്ങനെ എടുക്കണേ. ഞാൻ മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഒരുവിധം കുറേ വ്ളോഗേഴ്സൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ നല്ല സൂം ചെയ്തിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സൂമല്ല, നമ്മുടെ ക്യാമറയിൽ എടുക്കുമ്പം അങ്ങനെയാണ് വരിക. ക്യാമറയിൽ ലെൻസൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആ വീഡിയോയിൽ ആ ഒരു ഭാഗമാണ് കൂടുതൽ കിട്ടുള്ളൂ. ഫുള്ള് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ലെൻസ് മാറ്റിയിടണം. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മൊത്തം എടുക്കാത്തത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഭയങ്കര കാര്യമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളിപ്പം നമ്മുടെ ജോലിയാണ്, നിങ്ങളുടെ അഭിപ്രായം മാനിക്കേണ്ടതാണ്. പക്ഷേ ഇതെൻ്റെ ഒരു പാഷനും കൂടിയാണ്. ക്യാമറ, വീഡിയോഗ്രാഫി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കത് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലൊരു സുഖം കിട്ടുക. അപ്പോൾ അതുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനാണ് ഇഷ്ടം.
പിന്നെ എനിക്ക് പണ്ടൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴൊക്കെ എനിക്ക് നമ്മളിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് കമൻ്റ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ നിൽക്കുക. അപ്പോൾ കുറേ ഞരമ്പന്മാർ വന്നിട്ട് ഓരോ കമൻ്റൊക്കെ ഇടും. എല്ലാവർക്കും കിട്ടുന്ന കമൻറ്റുകളൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനത്തെ കമൻറ്റ് വരണതും ആ കമൻറ്റുകൾ എന്നെ അറിയുന്ന ആൾക്കാർ ആ കമൻറ്റുകൾ കാണുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് എനിക്കൊരു സേഫായിട്ടുള്ളൊരു മാർഗ്ഗം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണേ കേട്ടോ. എന്നെ അങ്ങനെ ആരും കാണണ്ട, അങ്ങനെ മോശം കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ആരും കാണണ്ട. അങ്ങനെ ഇപ്പം മിക്കവാറും വീഡിയോ എടുക്കാൻ നേരത്ത് എനിക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് നല്ല ഏതെങ്കിലും കുർത്തയോ അല്ലെങ്കിൽ സാരിയൊക്കെ ചുറ്റിയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. വീട്ടിൽ നിൽക്കണം, ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാവും മിക്കവാറും ഞാൻ വീഡിയോ എടുക്കുക. അതിനായിട്ട് ഡ്രസ്സൊക്കെ മാറിയാൽ എനിക്ക് എൻ്റെ ഫുള്ള് കാണിച്ചാലും കുഴപ്പമില്ല തന്നെ. പിന്നെ ഞാനിങ്ങനെ ഷോളൊക്കെ ഇട്ടിട്ട് വരണം. അപ്പം അതും ഞാൻ അങ്ങനെ വീട്ടിലൊന്നും ഷോൾ ഇട്ട് നടക്കാറില്ലല്ലോ, അപ്പം അതും ഒരു അപകടമാവും. അപ്പം അതൊക്കെ ഉണ്ട് ഈ വീഡിയോ എടുക്കുന്ന രീതി ഇങ്ങനെ ആയതിനെ. അത് നിങ്ങൾ അംഗീകരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പോഴും നല്ല രീതിക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാലും ഈ കല്യാണാലോചനകൾ, കല്യാണം കഴിക്കട്ടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനുഷ്യർക്ക് എന്താ വിചാരിച്ച് വെച്ചിരിക്കണേ? നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ കല്യാണം കഴിക്കണേ? ജീവിതത്തിൽ ഒരു വട്ടം അത് എക്സ്പീരിയൻസ് ചെയ്തതല്ലേ. അപ്പോൾ നമുക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടേ, ആരെയും പേടിക്കാണ്ടേ, നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച്, ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ആരോടും പറയണ്ട. അതൊക്കെ തന്നെയല്ലേ ജീവിതത്തിലെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയണേ. നമ്മൾ നന്നായി ജീവിക്കുക. നമ്മുടെ ജീവിതം എത്ര കാലം ഭൂമിയിൽ ആയുസുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള കാലം സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുക. വഴക്കൂടാണ്ടേ, നമ്മളൊരു ആൾക്കാരോട് ഇങ്ങനെ വഴക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് അങ്ങനത്തെ ഒരു ജീവിതം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി നമ്മുടെ ജീവിതം സാക്രിഫൈസ് ചെയ്തിട്ട് ജീവിക്കുക, അതിലൊന്നും ഒരർത്ഥമില്ലല്ലോ. ഓരോ മനുഷ്യനും ഭൂമിക്ക് വരുമ്പം അവൻ്റേതായിട്ടുള്ള സുഖങ്ങൾ, അവൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾ, അവൻ്റേതായിട്ടുള്ള പല പല കാര്യങ്ങൾ, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണ്ടേ ഈ ഭൂമിയിൽ ജീവിക്കാൻ? എന്നാലല്ലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അപ്പം അതുകൊണ്ട് കല്യാണം, ഒരു ആൾ കൂടെ വേണം, ഇതൊന്നും എൻ്റെ ചിന്തകളിലേ ഇല്ല. കാരണം ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് ജീവിച്ച് പോവാൻ. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അതാണ് കേട്ടോ കാര്യം. അപ്പോൾ ദയവ് ചെയ്തിട്ട് എനിക്ക് കല്യാണാലോചനകൾ നടത്തരുത്, എനിക്കതിഷ്ടമല്ല. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, എന്നാൽ ഇങ്ങനെ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഒരാളെ നിങ്ങൾ മനസ്സിലാക്കണേ. ഈ വീഡിയോയിലൊക്കെ കാണുന്നതായിരിക്കും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം ആയിരിക്കില്ല. എന്നെ അറിയാലോ, എത്ര യൂട്യൂബേഴ്സ് എല്ലാവരും അവരുടെ നല്ല വശങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുള്ളൂ, ഞാനടക്കം. ആരെങ്കിലും നമ്മുടെ ചീത്ത സ്വഭാവങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുമോ? അപ്പോൾ അതും കണ്ടിട്ട് ഇതാണ് ഒരാൾ എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ ആനമണ്ടത്തരം. അപ്പം ഇന്ന് പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഇതിനെന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്ലാനറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരാൻ മറന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ മാർച്ച് മാസം മാർച്ച് മാസം ഫസ്റ്റ് വീക്ക് മുതലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഇത്രയും കാലം ഉപയോഗിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാനർ ഏതാ വെച്ചാൽ അത് ഈ പ്ലാനറാട്ടോ. ഇതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് 3 മാസത്തേക്കാണ് ഉള്ളൂ. നല്ലൊരു പ്ലാനറാട്ടോ. അപ്പോൾ നമുക്ക് ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ വെച്ചിട്ട് രാത്രി 10 മണി വരെ, 6 മണി തൊട്ടിട്ട് 10 മണി വരെ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ ഇതിലിങ്ങനെ കൊടുത്തിട്ട് നമുക്കിങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കാം, പ്ലാൻ ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിൽ വീക്കിലി ഓവർവ്യൂ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ടോപ്പ് പ്രയോറിറ്റീസ്, പിന്നെ നമ്മുടെ മെനു, പിന്നെ ഹാബിറ്റ് ട്രാക്കർ, പിന്നെ നമുക്ക് എക്സ്പെൻസ് ട്രാക്കർ, അങ്ങനെ അത് കുറേ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ അതെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് രാവിലെ 6 മണി തൊട്ടിട്ട് 10 മണിയൊക്കെ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്ലാനർ ഭയങ്കര ഇഷ്ടമായി. എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീക്കുമ്പോൾ ആദ്യം പല്ലിച്ചിട്ട് ഓടി വന്നിരിക്കും ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്ര ഇഷ്ടമായി പ്ലാനറിൽ എഴുതാൻ. അപ്പം എന്തൊക്കെയാണ്, അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ
നിങ്ങൾ വീഡിയോസ് ഫുള്ള് കാണുകയാണെങ്കിൽ മാത്രമേ ഞാൻ ലോങ് വീഡിയോസ് ഇട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണ്, അത്രയേ ഇട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ 15 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കാണുകയാണെങ്കിൽ അടുത്തത് 20 മിനിറ്റിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.